നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്തിയുറങ്ങുവാനായി ഒരു വാസസ്ഥലമാണ്. അത് മനുഷ്യനായാലും സകല ചരാചരങ്ങൾക്കും അന്തിയുറങ്ങുവാനായി ഒരു വാസസ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരു കുഞ്ഞും വയോധികരും തെരുവിലേക്ക് ഇറങ്ങുന്ന വളരെ വേദനാജനകമായ ഒരു കാഴ്ച. ആര്യനാട് പറണ്ടോട് പ്രദേശത്ത് ദേശസാൽകൃത ബാങ്ക് നടത്തിയ ജപ്തി നടപടി വലിയ മനുഷ്യാവകാശ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വ്യാഴാഴ്ച വൈകുന്നേരം നടന്ന നടപടിയിൽ 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും 3 വയോധികരെയും ഉൾപ്പെടെ നിഹാസിന്റെ കുടുംബത്തെ വീട്ടിൽ നിന്നും പുറത്താക്കി. പറണ്ടോട് തെങ്ങുംപുറം സജ്ന മനസ്സിലാണ് പ്രവാസിയായ നിഹാസ് താമസിച്ചിരുന്നത്. ഈ നിഹാസ് വിദേശത്ത് ജോലിയുള്ള ആളായിരുന്നു. സ്വന്തമായി ഒരു കയറിക്കിടക്കാടം വേണം എന്ന ആഗ്രഹം കൊണ്ട് NIR നിന്നും ലോൺ ഇദ്ദേഹം എടുത്തിരുന്നു. എന്നാൽ കൊറോണ എന്ന മഹാമാരിയുടെ ആഘാതത്തിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയതോടെ ഇദ്ദേഹത്തിന്റെ ജീവിതം തകരുകയായിരുന്നു. ഇതിനു പിന്നാലെ ഉണ്ടായ അപകടവും ദീർഘകാല ചികിത്സ ആവശ്യപ്പെട്ടതോടെ മാസവരി 11,000 രൂപയുടെ അടവ് മുടങ്ങിപ്പോയി. ശാരീരിക അവസ്ഥ മെച്ചപ്പെട്ടതോടെ പിതാവിന്റെ ചുമട്ടുതൊഴിൽ ഏറ്റെടുത്ത് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിച്ചുവെങ്കിലും ബാങ്ക് മുഴുവൻ കുടിശ്ശിക ഒരുമിച്ച് അടയ്ക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. 11 ലക്ഷം രൂപ വായ്പയിൽ 5 ലക്ഷം രൂപ ഇതിനകം തിരിച്ചടച്ചിട്ടുണ്ട് എങ്കിലും ശേഷിക്കുന്ന 6 ലക്ഷം രൂപയും പലിശയും ഒരുമിച്ചടയ്ക്കുവാൻ നിവൃത്തിയില്ലാത്തതിനാൽ നിഹാസ് പലവട്ടം ബാങ്കുമായി ബന്ധപ്പെട്ട് ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബാങ്ക് മാനേജ്മെന്റ് അത് അംഗീകരിച്ചില്ല. അവസാനം വ്യാഴാഴ്ച വൈകുന്നേരം ജപ്തി നടപടി നടപ്പിലാക്കുകയും ചെയ്തു. വീടിനുള്ളിൽ താമസിച്ചിരുന്ന നിഹാസും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു പൊടിക്കുഞ്ഞും മാതാപിതാക്കളും മുത്തശ്ശിയും ഒരുമിച്ച് തെരുവിലേക്ക് മറ്റെവിടെയും ആശ്രയമില്ലാത്ത ഈ കുടുംബം ഇപ്പോൾ വീടില്ലാതെ കഴിയുകയാണ്. ഈ വിവരങ്ങൾ അറിയാൻ ബാങ്ക് മാനേജരെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ല എന്നാണ് നാട്ടുകാരുടെയും ആരോപണം. പ്രദേശത്ത് മനുഷ്യാവകാശ സംഘടനകളും നാട്ടുകാരും ബാങ്കിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതികരണം ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്.